ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും ഒരു സെൽ ഓഫ് ഡേ തന്നെയായിരുന്നു. ഡേ ഹൈന്ന് ഒരു കുറച്ച് നിഫ്റ്റി ഓപ്പൺ ആയ ശേഷം കുറച്ചൊരു മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റും കാണിച്ചായിരുന്നു. പക്ഷേ അത് ഡേ ഹൈ എത്തിയിട്ട് അവിടെ നിന്നൊരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്ക് വിശദമായി നോക്കാം. സോ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിലായിരുന്നു. ഫുള്ളി ഹാമർ അല്ല, ഒരു ഡോജി ഹാമർ ടൈപ്പ് ക്യാൻഡിലായിരുന്നു. അവിടെ നിന്നൊരു സെൽ ഓഫ് ഉണ്ടായി. പിന്നെ റെഡ് ക്യാൻഡിൽ ക്രോസ് ചെയ്തിട്ട് ഒരു ബൈയിങ്ങിലോട്ട് പോവുകയായിരുന്നു. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്ത് സപ്പോർട്ടാണ് എടുത്തത്. സോ പിന്നെ മുകളിലോട്ടുള്ള മൂവ്മെൻ്റാണ് കാണിച്ചത്. നമ്മൾ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ഒരു രണ്ട് കണ്ടിന്യൂസ് ക്യാൻഡിൽ ഉണ്ടായി. പിന്നെ അതിൻ്റെ താഴെ സപ്പോർട്ട് ഇട്ടു. ഇവിടെ നമ്മളെ സ്ട്രാറ്റജി ട്രിഗറായി ശേഷം കുറച്ച് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 40-50 പോയിന്റ്സ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് സഡൻലി ഒരു റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ഇന്നലെ ഡ്രോ ചെയ്ത് വെച്ചതായിരുന്നു. ആ റെസിസ്റ്റൻസ് എങ്ങനെ ഡ്രോ ചെയ്യണമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഡെയിലി 2 ഡേയ്സ് ക്യാൻഡിലാണ്, 2 ഡേയ്സ് കണ്ടിന്യൂസ് സെല്ലിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ഡേ ക്യാൻഡിലിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ആ ഒരു മെർജിങ് പോയിന്റിൽ ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ക്യാൻഡിൽ ഇപ്പോൾ ഇത് 2 ഡേ ക്യാൻഡിലാണെങ്കിൽ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഡേ സെല്ലിംഗ്, സെക്കൻഡ് ഡേ സെല്ലിംഗ് ഉണ്ടോ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓൾമോസ്റ്റ് ഒരു മെർജിങ് പോയിന്റ്, ഈ ഒരു മെർജിങ് പോയിന്റിൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് മെർജിങ് പോയിന്റിൽ സെൽ ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാൻ മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലാണെങ്കിലും നോക്കി ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിൽ സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ബട്ട് അവിടെ നിന്ന് തന്നെയാണ് സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തത്. അത് ക്രോസ് ചെയ്യാൻ ഹൈയിൽ അതിൻ്റെ എബോ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ട്രൈ ചെയ്തു മുകളിലോട്ട് പോകാൻ, ബട്ട് അവിടെ നിന്ന് സെൽ ഓഫ് ഉണ്ടായി. പക്ഷേ എന്തായിരുന്നാലും നമ്മുടെ സ്ട്രാറ്റജി ട്രിഗറായാൽ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ബൈയിങ് സ്ട്രാറ്റജി ഇവിടെ ട്രിഗറായി. ബട്ട് അവിടെ നിന്ന് ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ റിവേഴ്സ് ആയിട്ട് ട്രേഡ് എടുക്കുക. റിവേഴ്സ് ആയിട്ട് ട്രേഡ് നല്ലൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഡേ ലോ വരെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം 9 EMA മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ പിന്നെ ഒരു സി എഡ്ജിങ് വന്നായിരുന്നു. ആ സിയിൽ ലോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു ലോസ് ഡേ തന്നെ ആയിരുന്നു ഇന്ന്. സി എഡ്ജിൽ ഇവിടെ ഒരു ഓൾറെഡി ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ ഇവിടെ സി എഡ്ജിലും അവിടെ നിന്നൊരു താഴോട്ട് വന്നുകൊണ്ട് ഈ സി എഡ്ജിൽ ലോസും, ബട്ട് പിയിൽ പിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്താലും ഇത് രണ്ടും കൂടെ കവർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അത് ലോസ്, ഓൾമോസ്റ്റ് ഒരു സ്മോൾ ലോസ് ഡേ ആയിരുന്നു ഇന്ന്. ഓക്കെ, സോ ഇതാണ് നിഫ്റ്റി 5 മിനിറ്റ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെ ട്രേഡ് പ്രകാരം ഒരു ബൈയിങ് ട്രിഗർ ആയിട്ടില്ല. ബട്ട് സെല്ലിംഗ് സൈഡ് ഒരു ട്രിഗർ ഉണ്ടായിരുന്നു. സെല്ലിംഗ് സൈഡ് നമുക്ക് ഇവിടെ നിന്നൊരു ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് മുകളിലോട്ട് ക്രോസ് ചെയ്തില്ല. സോ ഇവിടെ സ്മോൾ സ്റ്റോപ്പ് ലോസിൽ ഇവിടെ എൻട്രി എടുക്കാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ നല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പർലി വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ സ്ട്രാറ്റജി. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം നിഫ്റ്റിയുടെ എങ്ങനെയാണെന്ന്. നിഫ്റ്റി ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പോയിന്റിൽ ഇവിടെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ താഴെ ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരുന്നു. സോ ഇനി മോസ്റ്റ് പ്രോബബ്ലി ഒരു 25,570, ഞാൻ പറഞ്ഞു ഈ 2 പോയിന്റിന്റെ ഒരു മെർജിങ്ങിന്റെ ഈ ഒരു ഏരിയയിലോട്ട് ഒരു സപ്പോർട്ട് എടുക്കാൻ, അതുവരെ വരാനുള്ള ചാൻസ് ഉണ്ട് ഡൗൺ സൈഡ് ആണെങ്കിൽ. ഇല്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് റിട്രേസ് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് പോകാൻ ഈ ഒരു ഏരിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 25,550 താഴോട്ട് വരികയാണെങ്കിൽ കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിലോട്ട് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ക്യാൻഡിൽ നോക്കിയാൽ പോലും ഈ ഏരിയയിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഈ 2 കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽ ഓർ 2 കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെർജിങ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ്, ഇത് നിങ്ങൾക്ക് 5 മിനിറ്റിലായാലും 15 മിനിറ്റിലായാലും എല്ലാ ടൈം ഫ്രെയിമിലും വർക്കാവുന്ന ഒരു ഫിലോസഫിയാണിത്. ഓക്കെ, സോ അത് നോക്കി വെച്ചോ, നിങ്ങൾ നോക്കി ഒന്ന് വെച്ചേക്കണം ഇത് എങ്ങനെയാണ് സപ്പോർട്ട് എടുക്കണം, ഏത് ഏരിയയിലാണ് സപ്പോർട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ ബൈയിങ് സോൺ ഉണ്ടാവും. 25,500 ആ ഒരു ഏരിയയിൽ +or-50 റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ താഴോട്ട് വരാണെങ്കിൽ നമുക്ക് അതുവരെ ടാർഗറ്റ് ഹോൾഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഫോം ആവണം അതനുസരിച്ച് നമുക്ക് എക്സിറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് ഡെയിലി ചാർട്ട്. നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കിയാൽ സ്മോൾ ക്യാപ്പ് പിന്നെയും നല്ല താഴോട്ട് തന്നെയാണ്. ഇന്നലെ ഒരു ബൈയിങ് ഉണ്ടായിരുന്നു, ബട്ട് അത് താഴോട്ട് വരുന്ന ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ആണെങ്കിൽ പിന്നെ നല്ലൊരു ഫോളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒന്നും ഒരു സപ്പോർട്ടില്ല. സപ്പോർട്ട് പിന്നെ ഉണ്ടാവുന്നത് 25,000 അടുപ്പിച്ചാണ് സപ്പോർട്ട് ഉണ്ടാകുക. 15,000 അടുപ്പിച്ചാണ് സപ്പോർട്ട് ഉണ്ടാകുന്ന ചാൻസ്.
സോ നിഫ്റ്റി സ്മോൾ ക്യാപ് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണുള്ളത്. സിൽവർ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്, അപ്വേർഡ് മൊമെന്റമാണ് കാണിക്കുന്നത്. ഗോൾഡ് ആയാലും അതേ സെയിം കൺസോൾട്ടേഷൻ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് 7-8 ഡേയ്സ് ആയിട്ട് സെയിം ഏരിയയിൽ തന്നെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. സോ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും സെല്ലിങ്ങിൽ തന്നെയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ചധികം 0.93 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഈ ഏരിയ കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിൽ 21,100 ആ റേഞ്ചിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അത് ഒത്തിരി ഡൗൺ ആണ്, ഇനി 600 പോയിന്റ് ഡൗൺ ആണ്. ഓക്കെ, നമുക്ക് അത് വരെ എത്തുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് ഉണ്ടോ, ഈ ഒരു സപ്പോർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സപ്പോർട്ട് ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. സോ അത് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത സോണാണ്. സോ അൺടെസ്റ്റഡ് സോൺ ഇതാണ്, നമുക്ക് നോക്കാം അവിടെ വരെ പോവില്ലെന്ന്. ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഓൾമോസ്റ്റ് ആ ഒരു സോണിൽ തന്നെയാണ്. ഒരു ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് ഡെവലപ്പ് ആവുന്നുണ്ട് മുകളിലോട്ട്. നോക്കാം എങ്ങനെയാണെന്ന്. ഇൻഡെക്സ് മാപ്പ് നോക്കി ഇൻഡെക്സ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പിൽ എല്ലാം റെഡി തന്നെയാണ്. ഇന്നും നിഫ്റ്റി -0.32 ഡൗൺ ആയിരുന്നു. ഐഷർ മോട്ടേഴ്സ് 1.54, ഹിൻഡാൽകോ 1.07, HDFC ലൈഫ് 1.06. ഇതെല്ലാം അപ്പായ സ്റ്റോക്കുകളാണ്. ഡൗൺ ഭാരതി എയർടെൽ 1.28, ഇൻഡിഗോ പിന്നെയും ഡൗൺ ആയിട്ടുണ്ട്. ഇൻഡിഗോ നല്ലൊരു ഫോൾ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ഫോളോ ആവുകയാണ്. 3.17, എറ്റേണൽ 3.09, ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് 4.20, വേദാന്ത ലിമിറ്റഡ് 1.57, ഹുണ്ടായി 1.36, ഇത് അപ്പായ സ്റ്റോക്കാണ്. മാസ്റ്റോക്ക് -2.21, ഹാവൽസ് -2.38, ഡിമാർട്ട് -2.38, നൗക്കരി 2.49, ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ICICI Pruly 3.18, ലോയിഡ് SME 3.06, ഇതൊക്കെ അപ്പായ സ്റ്റോക്സ് ആണ്. BSC ഡൗൺ ആയിരുന്നു 4.91, ഡിക്സൺ 8.52, നല്ല ഡൗൺ ആയിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജി ഡൗൺവേർഡ് ട്രെൻഡിലാണ് കാണുന്നത് ഇപ്പോൾ. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ബൽറാം ചിൻ 7.12 അപ്പായിരുന്നു. വെൽസ്പൺ LIV 5.32. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ കെയ്ൻസ് പിന്നെയും ഇന്നലെ ഒരു അപ്വേർഡ് മൂവ്മെന്റും കാണിച്ചിട്ടുണ്ടായിരുന്നു, 14% അപ്പിലോട്ടായിരുന്നു. ബട്ട് ഇന്ന് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ തുടരുകയാണ്. കെയ്ൻസ് നമുക്ക് ഓൾവേസ് പറയുന്ന പോലെ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്, നിങ്ങൾ ട്രാക്ക് ചെയ്തോളൂ. ഓൾമോസ്റ്റ് ഒരു 8,000 നിന്ന് 8,000 നിന്ന് 3,800 വരെ വന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക്. ഒരു 1 month സ്പാനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫണ്ടമെന്റലി ഒരു പ്രശ്നം തോന്നുന്നില്ല. റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ആണ് കാണുന്നത്. ഗവർണൻസ് ഇഷ്യൂ ആണ് നോട്ട് ചെയ്തിട്ടുള്ളത് കോട്ടക് സെക്യൂരിറ്റീസ്. ഓക്കെ, സോ എയറീസ് 6.37, ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫെഡ് പോളിസിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ. സോ എല്ലാവരും അത് മാർക്കറ്റെല്ലാം അത് വെയിറ്റ് ചെയ്യുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഒരു 0.25% ബേസിസ് പോയിന്റ് റേറ്റ് കട്ടിന് ചാൻസ് ഉണ്ട്. അത് റേറ്റ് കട്ട് വന്നാൽ മാർക്കറ്റിന് ഒരു ബൂസ്റ്റ് ആയിരിക്കും അത്. ഓക്കെ, സോ അത് എമർജിങ് മാർക്കറ്റിലേക്ക് ഇന്ത്യക്കൊക്കെ നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.